അതവർക്കില്ല. ലോകം മുഴുവനും ഇവരെ വെറുക്കാൻ കാരണം എന്താ? ഇവരുടെ ഈ കൾച്ചറാണ്. ഒന്നും വേണ്ട, നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്ന് അത് കാണിക്കാമോ, ഇത് കാണിക്കാമോ, കളി തരുമോ, കരളെ, എന്താണ് ഇവരുടെ ലക്ഷ്യം? പെണ്ണ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭോഗവസ്തുവാണ്. അത് ഉമ്മയായാലും കുഴപ്പമില്ല, പെങ്ങളായാലും കുഴപ്പമില്ല, തൽക്കാലത്തിന് മകളെ കൊണ്ടും ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. ഇറാനിലെ ഷായെ പോലുള്ള ശക്തരായ ആളുകളെ അട്ടിമറിക്കണം എന്നിവർ തീരുമാനിച്ചു. അതിന് നിശ്ചയദാർഢ്യമുള്ള പോരാളികളുടെ ജിഹാദിന് എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഇവർ തീരുമാനിച്ചു. അങ്ങനെ ഏത് തീവ്രവാദ സംഘടനയെ നോക്കിയാലും അവർ ഇത്തരം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഐസിസ് ആകട്ടെ, ലഷ്കർ ഇ തൊയ്ബ ആകട്ടെ, അൽ ഖ്വയ്ദ ആകട്ടെ, ഐസിസ് ആകട്ടെ, ഇതെല്ലാം. അങ്ങനെ ഈ ഇസ്ലാമിസം പലസ്തീനിലും എത്തി. 1967 1987 ഇടയ്ക്ക് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും പള്ളികളുടെ എണ്ണം 3 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നു. ഇസ്രായേലിന്റെ അധീനതയിൽ ഉണ്ടാകുന്ന പ്രദേശമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇതൊക്കെ. മതസാഹിത്യം അനുസരിച്ച് വാളുകൊണ്ട് സാമ്രാജ്യം സ്ഥാപിക്കുന്നത് ജിഹാദാണ്, ജൂതവിരോധം. അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് നാം ഇരുമ്പിറക്കി തന്നു, ബുദ്ധിയില്ലേ, അതുകൊണ്ട് നിങ്ങൾ അതിജയിക്കണം. അതെ, ഇരുമ്പിറക്കി തന്നു, ആയുധങ്ങൾ ഉണ്ടാക്കിക്കോ, അതുകൊണ്ട് നിങ്ങൾ ലോകത്തെ കീഴടക്കിക്കോ, മനുഷ്യന്റെ തല വെട്ടിക്കോ, അമുസ്ലിം സ്ത്രീകളെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തോ, അത് തന്നെയാണോ വാനലോകത്തിരിക്കുന്ന അള്ളാഹു ആഗ്രഹിക്കുന്നത്? ഇവരെ ഒന്നാമതായി ലോകം മുഴുവനും ഇസ്ലാം സ്ഥാപിക്കണം, അത് വാളുകൊണ്ടായിരിക്കണം. കാരണം പ്രവാചകൻ വാളാണ് കാണിച്ചു തന്നത്. ഇന്ന് മനുഷ്യനെ കൊല്ലാൻ എന്തെല്ലാം സംവിധാനങ്ങളാണ്. എന്നിട്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കത്തിയും വാളും കൊണ്ട് കഴുത്തറുക്കുന്ന രീതി എന്തിനാണെന്നറിയാമോ? ഭയപ്പെടുത്തണം. ഇസ്ലാമിന്റെ മുഖമുദ്ര അതാണ്. ഇസ്ലാം ഖുർആൻ പഠിപ്പിക്കുന്നു. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 111-ാമത്തെ വചനത്തിൽ, നിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നീ പരുഷമായി പെരുമാറണം, അവർ നിന്നിൽ രൂക്ഷത കണ്ടെത്തണം. അപ്പോ ഇവരുടെ അടിസ്ഥാന ലക്ഷ്യം ജൂതവിരോധം ഒന്ന്, പിന്നെ ലോകം മുഴുവനും ഇസ്ലാം സ്ഥാപിക്കുക. അതാണ് ഇങ്ങനെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വർഗസമരത്തിനും അറേബ്യൻ ദേശീയതയ്ക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു മതത്തിന് കൊടുക്കാൻ സാധിച്ചു. പിന്നെ ഇനിയുള്ളത് വെറും പോരാട്ടമല്ല, എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല. നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് അല്ലാഹു പറഞ്ഞു. നിങ്ങളുടെ ധനവും നിങ്ങളുടെ ജീവനും നിങ്ങൾ എനിക്ക് തരണം, അതിന് പകരമായി ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. എന്തിനാണ്? നിങ്ങൾ എനിക്ക് വേണ്ടി കൊല്ലണം, കൊല്ലപ്പെടണം. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ആ ഖുർആൻ പറഞ്ഞ ആ ഒരു വചനത്തെ സാധൂകരിക്കുന്നതിനു വേണ്ടി ഇവർ ഇറങ്ങി തിരിച്ചു. അപ്പോ ഈ പോരാട്ടത്തിന് ഇവർക്ക് വേറെ ചില ആത്മവിശ്വാസം കൂടിയുണ്ട്. ഇത് അള്ളാഹുവിന് വേണ്ടിയാണല്ലോ, അതുകൊണ്ട് അത് അള്ളാഹു വിജയിപ്പിക്കുമല്ലോ. ഈ രീതിയിൽ നിന്നാണ് ഹമാസ് രൂപം കൊള്ളുന്നത്. ഈ ഒരു ചിന്താധാരയിൽ നിന്നാണ് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുണ്ടാകുന്നത്. പലസ്തീനിലെ മറ്റ് മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, അതിനേക്കാളൊക്കെ വയലൻസില്, രൂക്ഷതയില്, പ്രവാചകൻ പഠിപ്പിച്ച ക്രൂരമായ ഇസ്ലാമിൽ നമ്മളായിരിക്കണം മുമ്പിൽ എന്ന് കാണിക്കുന്നതിനു വേണ്ടി ഇവർ സൂയിസൈഡ് ബോംബുകളായി മാറി. സ്വന്തം ശരീരത്തില് സ്ഫോടക വസ്തുക്കൾ വച്ച് കെട്ടി പൊട്ടിത്തെറിക്കാൻ ഇവർ സന്നദ്ധരായി. അങ്ങനെയാണ് മറ്റെല്ലാ തീവ്രവാദ സംഘടനകളെയും പോലെ ഞങ്ങളെ ലളിതവൽക്കരിക്കണ്ട, ഞങ്ങൾ അത്തരത്തിൽ ആൾക്കാരല്ല, ഞങ്ങൾ എന്തോ മറ്റുള്ള സംഘടനകളെക്കാൾ കുറച്ച് തീവ്രമാണ്, സ്പെഷ്യലാണ് എന്ന് ഹമാസ് ലോകത്തിന് കാണിച്ചു. ഐസിസുകാർ പച്ചയ്ക്ക് മനുഷ്യരെ കൊണ്ടുപോയി വെട്ടിക്കൊല്ലുമ്പോഴും അവരും കാണിച്ചു, ഞങ്ങളാണ് കുറച്ചുകൂടി ക്രൂരന്മാർ. ക്രൂരത ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ബലി ഇഷ്ടപ്പെടുന്ന, മനുഷ്യനെ തന്നെ ഇല്ലാതാക്കുന്നത് കണ്ടാസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അള്ളാഹുവിന് ഇത് സുഖസുന്ദരമായ കാഴ്ചയായിരുന്നു. ഹമാസിന്റെ ഒരു നേതാവ് ഖാലിദ് മിഷേൽ, അറിയാമല്ലോ, ഈ
മലബാറിന്റെ മണ്ണിലെ വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്ത് സംസാരിച്ച കേരള ഹമാസിന്റെ കണ്ണിലുണ്ണിയാണ് ഖാലിദ് മിഷ്യൽ. ഇദ്ദേഹം പറഞ്ഞത് ഹമാസ് ഒരു ലോക്കൽ സംഘടനയല്ല. ഹമാസ് ഒരു ലോക്കൽ സംഘടനയാണെന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. അറബ് ഇസ്ലാമിക അന്തർദേശീയ ലക്ഷ്യങ്ങളുള്ള ഒരു സംഘടനയാണ് ഞങ്ങൾ. അതെ, ശരി, നിങ്ങളുടെ തീവ്രമായ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ ഒരു സ്പേസ് പാവപ്പെട്ട ഈ കേരളക്കരയിൽ മലബാറിന്റെ മക്കൾക്ക് കൂടി തരണം എന്ന് കാണിച്ചൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ നാടിന് സാധിച്ചു. ഹമാസിന്റെ ഫൗണ്ടിങ് ഡോക്യുമെന്റിൽ ഒരു രേഖപ്പെടുത്തലുണ്ട്, ശ്രദ്ധിക്കണം. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ പലസ്തീൻ വിഭാഗമാണ് ഹമാസ്. സിമി എന്ന തീവ്രവാദ സംഘടനയെ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചത് അവരുടെ തീവ്രവാദം കൊണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് അവരുടെ തീവ്രവാദവും രാജ്യവിരുദ്ധതയും കൊണ്ടായിരുന്നു. NDF-ഉം PDP-യും തുടങ്ങിയ നിരവധി മുകുളങ്ങൾ ഉണ്ടായി അതിനോട് ബേസ് ചെയ്തിട്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു നമ്മുടെ നാട്ടിൽ? ഇസ്ലാമിക വിശ്വാസത്തിന്റെയും നിയമത്തിന്റെയും ആഴത്തിലുള്ള അറിവും കൃത്യമായ മനസ്സിലാക്കലും സംസ്കാരത്തിലും പ്രവൃത്തിയിലും രാഷ്ട്രീയത്തിലും ജീവിതത്തിലും ഇക്കണോമിയിലും സമൂഹത്തിലും നിയമത്തിലും വിദ്യാഭ്യാസത്തിലും ആ വിശ്വാസ പ്രമാണം സ്വീകരിക്കുന്നവരുമാണ് ഹമാസ്. അതായത് പ്രവാചകന്റെ മൂന്നാം ഖലീഫയായ ഉസ്മാൻ, ഈ ഉസ്മാൻ പ്രവാചകനെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതായിട്ടാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒടുവില് ഈ ഉസ്മാൻ 72ാമത്തെ വയസ്സിലാണ് അധികാരമേൽക്കുന്നത്. ആ സമയത്ത് ഇദ്ദേഹത്തിന് മറവി രോഗവും ബാധിച്ചിരുന്നു. മറവി രോഗം ബാധിച്ചു. ഇദ്ദേഹത്തിന്റെ മരുമകനായ മുആവിയ, ഇസ്ലാമിന്റെ പ്രബലനായ ശത്രുവായ അബൂ സുഫിയാന്റെ മകനാണ് മുആവിയ. ഈ മുആവിയയ്ക്ക് പ്രവാചകനോട് നല്ല കലിപ്പായിരുന്നു. അപ്പോ ഈ പ്രവാചകനെ എതിരെ എന്ത് പ്രവർത്തിക്കാമെന്ന് നോക്കിയിരിക്കുന്ന സമയത്താണ് ഉസ്മാന്റെ മകളെ കല്യാണം കഴിക്കുന്നതും ഉസ്മാൻ ഭരണത്തിൽ ഏറുന്നതും. പിന്നെ വൃദ്ധനാണ്, മരുമകനാവുമ്പോൾ യുവാവാണ് മുആവിയയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്ന് സിറിയയിലെ ഭരണം മുആവിയയ്ക്കായിരുന്നു. ആ സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ടല്ലോ ബാങ്കിൽ, ആ ഈരടിയൊക്കെ അങ്ങ് മാറ്റി അഷ്ഹദു അൻ അലി റസൂലുള്ളാ എന്നൊക്കെ ആക്കി മാറ്റി. അലിയാണ് അവർക്ക് കൂടുതൽ താല്പര്യം, പ്രവാചകന്റെ മരുമകനായ അലി. അങ്ങനെ മാറ്റി. അപ്പോ അലിയാണ് അടുത്ത ഭരണാധികാരിയായി വരേണ്ടത്. പ്രവാചകന്റെ മരുമകനായ അലി ഫാത്തിമയുടെ ഭർത്താവാണ്. പക്ഷേ അലിയെ ഭരണാധികാരിയാക്കാതെ ഉസ്മാനെ ഭരണാധികാരിയാക്കിയതിൽ അലിയുടെ ആളുകൾക്ക് ഭയങ്കര വിഷമമുണ്ട്. കുറച്ച് അനുയായികളുണ്ടല്ലോ, അവർക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. അപ്പോൾ പിന്നെ കുത്തഴിഞ്ഞ ഒരു ഭരണ സംവിധാനമായി ഉസ്മാന്റെ കാലഘട്ടത്തിൽ ഉസ്മാന്റെ മരുമകനായ മുആവിയ നടത്തിക്കൊണ്ടുപോയത്. അപ്പൊ അലിയുടെ അനുയായികൾ അലിയോട് പറഞ്ഞു, ഉസ്മാനോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. അപ്പോ അലി പറഞ്ഞു, അതെങ്ങനെ യുദ്ധം ചെയ്യാം, മനുഷ്യൻ ഒരു വയസ്സനാണ്. അദ്ദേഹമാണെങ്കിൽ പ്രവാചകന് സമ്പത്തില്ലാത്ത സമയത്ത് സമ്പത്ത് നൽകുകയും സ്നേഹം കിട്ടാത്ത സമയത്ത് സ്നേഹം നൽകുകയും പിന്തുണ ലഭിക്കാതിരുന്ന കാലഘട്ടങ്ങളിൽ പിന്തുണ നൽകുകയും ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിനെതിരെ, അതും പ്രായാധിക്യമുണ്ട്, അദ്ദേഹത്തിനെതിരെ ആയുധമെടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അലി പറഞ്ഞു. അപ്പോ അലിയുടെ കുറച്ച് അനുയായികൾ അലിയുമായി തെറ്റിപ്പിരിഞ്ഞ് പുറത്തു പോയി. അവര് വെട്ടൊന്ന് തുണ്ടം രണ്ട്, അങ്ങനെയുള്ള പക്ഷക്കാരൻ. അവരാണ് ഇന്നത്തെ ഐസിസ്, ഇന്നത്തെ ഹമാസ്, ഇന്നത്തെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ. അതായത് ഇസ്ലാമിക നിയമങ്ങൾ അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കപ്പെടണം. കട്ടവന്റെ കൈ മുറിക്കണം. അതെത്ര എന്തിന്റെ പേരിൽ അതൊന്നും ഇവിടെ വിഷയമല്ല. ഇപ്പോ ഹമാസിന്റെ ലക്ഷ്യം എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇസ്രായേലിനെ തകർക്കണം, അതിവരുടെ പരമപ്രധാനമായ ലക്ഷ്യമാണ്. കാരണം ഓരോ മുസ്ലിമും ഒരു ദിവസം 17 തവണ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈകെട്ടിക്കൊണ്ട് പറയുന്നത്, അല്ലാഹുവേ, നീ ശപിക്കുകയും കോപിക്കുകയും ചെയ്ത ഈ ബഹുദൈവ വിശ്വാസികളുടെ വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ.
അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ ബഹുദൈവ വിശ്വാസികളെ നശിപ്പിക്കേണ്ടത്, ഇല്ലായ്മ ചെയ്യേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയായി ഹമാസുകാർ ഏറ്റെടുത്തു. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും നശിപ്പിക്കണം, ആദ്യം ഇസ്രായേലിൽ നിന്ന് തുടങ്ങണം. അതാണ് ഈ ഹമാസിന്റെ നേതാവ് പറഞ്ഞത്. അങ്ങനെ അതുകൊണ്ടാണ് ഇവർ സൂയിസൈഡ് ബോംബൊക്കെ ആയിട്ട് പൊട്ടിത്തെറിക്കുന്നത്. എന്നിട്ട് പിന്നീട് ഈ സൂയിസൈഡ് ബോംബായിട്ട് ഒരു കുട്ടിയോ ഒരു വലിയ ആളോ ഏതെങ്കിലും ഒരു ജനസമൂഹത്തിൽ പോയിട്ട് പൊട്ടിത്തെറിച്ചാൽ അവർക്ക് എന്തൊക്കെ കിട്ടുമെന്നറിയാമോ? പിന്നെ ആ കുടുംബത്തിന് വെൽഫെയർ, പെൻഷൻ, അവർക്ക് പിന്നീട് ധാരാളം ആനുകൂല്യങ്ങൾ, ഇതൊക്കെ കൊടുത്താണ് ഹമാസ് വീണ്ടും വീണ്ടും പൊട്ടിത്തെറിപ്പിക്കാനുള്ള ആളുകളെ കൂടുതൽ കൂടുതൽ സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പലസ്തീൻ പോലെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ദരിദ്ര രാഷ്ട്രമാണ്. അവര് യുദ്ധത്തിന് മാത്രമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ